ഇവിടുത്തെ എംപ്ലോയീസിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇപ്പം നമുക്ക് 11 മാസമായിട്ട് സാലറി കിട്ടുന്നില്ല. പിന്നെ ഒരു 1.5-2 വർഷമായിട്ട് ആദ്യം കാഭാഗം തരും, അരഭാഗം തരും. ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ നമുക്ക് 1-ാം തീയതി എന്ന് പറഞ്ഞ ദിവസം, ഇപ്പം ഞാൻ 30 വർഷം 95-ൽ ഞാൻ ജോലിക്ക് കയറിയതാണ്. അപ്പോൾ 29 വർഷമായി. അതൊരു 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ് നമുക്ക് സാലറി വരും. നമുക്ക് സാലറി സ്കെയിൽ കുറവുണ്ട്, എന്നാലും കറക്റ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് സാലറി കാഭാഗം തരും, അരഭാഗം തരും. അപ്പം ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഹസ്ബൻഡിനോ മക്കൾക്ക് ആർക്കെങ്കിലും ജോലി ഉള്ളവർക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അല്ലാതെ ഇത് മാത്രമേ ഇപ്പോൾ ഈ ഇവിടുത്തെ ഒരു ജോലി കൊണ്ട് കഷ്ടി നമുക്കൊന്നും സേവ് ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക്. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് സേവ് ചെയ്യാനുള്ളൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സാലറി ഇല്ലാത്ത കണ്ടീഷനായി. അപ്പോൾ ആൾക്കാരൊക്കെ അവസ്ഥ വളരെ ദയനീയം. പിന്നെ എബവ് 50 years ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇനി ഒരു വേറെ ജോലിക്കും പോകാൻ പറ്റില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ മക്കളുടെ കല്യാണം, പഠിപ്പിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലൊക്കെ എത്തിക്കണം. അപ്പോൾ ശരിക്കും ഒരു വളരെ ദയനീയ അവസ്ഥ. അത് ഇവിടെയും തിരുവല്ലയും പിന്നെ പിണറായിൽ 3 യൂണിറ്റ് ഉണ്ട്. ഒരു 100-300 എംപ്ലോയീസിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. ഇവരൊന്നും യാതൊരു നമ്മളുടെ ആ എംപ്ലോയീസിൻ്റെ വേദന ആർക്കും ഒരു ബോധറേഷനും ഇല്ല, മുകളിലുള്ളവർക്കൊന്നും. പിന്നെ നമ്മൾ എത്ര വർഷം യൂണിയൻകാർ അവർക്കൊന്നും ആരും ഇത് ശ്രദ്ധിക്കുന്നേ ഇല്ല. പിന്നെ ഉണ്ണിയാണെങ്കിൽ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ആൾക്ക് നല്ല പങ്ക്ച്വലായിട്ട് ജോലിക്ക് വരാം. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ താളം മുഴുവൻ തെറ്റുമ്പോൾ ആൾക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. കുറേ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര ടെൻഷനിലായിരുന്നു ആള്. ഇത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ആ ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെയാണ് ആളുടെ ഇത്. ഞാൻ 5 കൊല്ലമായി കുടുംബശ്രീ പേസിൽ കയറി. ഞങ്ങൾ 5 പേര് കയറിയതാണ്. അപ്പോൾ 1,65,000 രൂപ കൊടുക്കാനുണ്ട്. ഞങ്ങളുടെ കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ള കാരണം 4 പേരെ പറഞ്ഞു വിട്ടു. അത് കാരണം ഭയങ്കര വിഷമത്തിലായിരുന്നു എല്ലാവരും. 4 പേര് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഡെയിലി വേജസിന് ഇവിടെ കയറ്റിയേക്കുന്നതാണ്. എന്നാലും സാലറി കുറേശ്ശെ കിട്ടുന്നുള്ളൂ. ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സഹോദരൻ ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരുടെ കമ്പനിയിൽ എല്ലാവരും മൊത്തത്തിൽ. അപ്പം പുള്ളി പോയതിൽ ഭയങ്കര ദുഃഖമുണ്ട്. വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ പറയല്ലാണ്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ പെർമനൻ്റ് അല്ലല്ലോ. അത് കാരണം നമ്മളിവിടെ ആരോടും പറയാൻ പറ്റില്ല. എന്നാലും മാഡത്തിനോട് പറയും ബുദ്ധിമുട്ടുകളൊക്കെ. ഞാൻ 13 വർഷമായി ജോലി ചെയ്യണത്. ഈ ട്രാക്കോയിലത്തെ വരുമാനം കൊണ്ടാണ് എൻ്റെ ജീവിതമാർഗം. 11 മാസമായിട്ട് ശമ്പളമില്ല. മകന് പ്രത്യേകിച്ച് ജോലിയൊന്നും ആയിട്ടില്ല. എങ്കിലും അവൻ ചെറിയൊരു ജോലിക്ക് ഡെയിലി വേസിൽ പോയി. അങ്ങനെ ഇപ്പോൾ കുടുംബം മുന്നോട്ട് പോണത്. വേറെ നിവൃത്തിയൊന്നുമില്ല എനിക്ക്. മകളെ കെട്ടിച്ച്. പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞൊരു വ്യക്തി നല്ലൊരു മനുഷ്യനായിരുന്നു. എല്ലാവരോടും നല്ല സ്നേഹവും പിന്നെ നല്ല പണിക്കാരൻ. ഏറ്റവും അതാണ് മിഷ്യനിൽ അലൂമിനിയമൊക്കെ വന്നാൽ ധൃതിയാണ് വേഗം വർക്ക് ചെയ്യാനും തുടങ്ങാനും. എല്ലാ ദിവസവും മുടങ്ങാണ്ട് തന്നെ ഒരാളുമാണ്. എന്താ പുള്ളിക്ക് പറ്റിയെന്നുള്ളത് അറിയില്ല. വീട്ടിൽ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സാമ്പത്തികമാണ് എല്ലാത്തിനും പ്രശ്നം.